കുട്ടികൾക്ക് മുടി വളരാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ എണ്ണ തേക്കൽ തലയിൽ. അപ്പോൾ ഞങ്ങൾ തേക്കുന്നത് ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയാണേ. കുറേ കാലമായിട്ട് അവൾക്ക് അതുതന്നെയാണ് കേട്ടോ തേക്കുന്നത്. അപ്പോൾ ആദ്യം മുടി നന്നായി ഒരു ചീർപ്പെടുത്തിട്ട് വേറെടുക്കുക. കൈ കൊണ്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും നന്നായി മുടി ജടയൊക്കെ കളയുക കേട്ടോ. അവിടെ മുടി കുറച്ച് ദിവസം മുന്നേ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നത് കേട്ടോ. നന്നായി ജട കളയണേ. എന്നിട്ട് വേണം നമ്മൾ ഏത് ഓയിലാണോ നിങ്ങളിത് ഏത് ഓയിലാണോ തേക്കുന്നത്. ചിലർ കാച്ചിയ വെളിച്ചെണ്ണ ആയിരിക്കാം, പലതരം എണ്ണകളുണ്ടല്ലോ. ഏതാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ എണ്ണ തേക്കുക. ഞങ്ങൾക്ക് തോന്നുന്നത് ചെമ്പരത്തിയാതിയാണ്. അപ്പോൾ അതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായി ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ മുടിയിൽ എന്ന് പറയാൻ പറ്റില്ല, സ്കാൽപ്പിലാണ് കൂടുതലും എണ്ണ തേക്കേണ്ടത്. അത് തേച്ച് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ എല്ലാം നമുക്ക് സ്കാൽപ്പിലാണല്ലോ. താരനാണെങ്കിലും മുടി വളരുകയാണെങ്കിലും എല്ലാവരും പറയുമല്ലോ സ്കാൽപ്പിൽ വേണം തേച്ച് കൊടുക്കാമെന്ന്. സ്കാൽപ്പിൽ നന്നായി തേച്ച് കൊടുക്കുക. അത് കൂടാതെ മുടിയുടെ അടിക്കൊക്കെ വരുമ്പോൾ തുമ്പൊക്കെ പൊട്ടിപ്പോവില്ല, ചിലർക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അതൊക്കെ പൊട്ടിപ്പോവാനും എണ്ണ നന്നായ തുമ്പിൻ്റെ ഭാഗത്ത് നന്നായി തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഈ പൊട്ടിപ്പോകുന്നതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇത് കിട്ടും, കുറച്ചൊക്കെ ഒരു ശമനം കിട്ടും. അപ്പോൾ അവരുടെ മുടി കണ്ടോ ഫുൾ നല്ല ബ്ലാക്ക് ഒന്നല്ല, കുറച്ച് ചെമ്പൻ കളറാണ് കേട്ടോ. അത് എൻ്റെയും അമ്മയുടെയും ഒക്കെ അങ്ങനെയാണ്. നല്ല കറുത്തിട്ടൊന്നല്ല മുടി, അത്യാവശ്യം ചെമ്പനൊക്കെ ഉണ്ട് കേട്ടോ മുടി. അപ്പോൾ ആഴ്ചയിലെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യണം. ഡെയിലി എണ്ണ തേക്കാൻ പറ്റുവോ അങ്ങനെ ചെയ്യുക, പക്ഷെ അത് പറ്റില്ല, പോസിബിൾ അല്ല. അപ്പോൾ 3 ദിവസമോ 4 ദിവസമോ അങ്ങനെ എത്ര ദിവസം നിങ്ങൾക്ക് പറ്റണം അത്രയും നന്നായി തേക്കുക. എന്നിട്ടൊരു മസാജ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് തലയിൽ കേട്ടോ. അത് നല്ല സുഖം തോന്നി. അവൾ തന്നെ പറയൂ കേട്ടോ, ഇതങ്ങനെ നെറുകയിൽ ജസ്റ്റ് ഇങ്ങനെ എണ്ണ ഇങ്ങനെ പരട്ടി കൊടുത്തിട്ട് തലയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ കൂടെ എടുത്തിട്ടും ഒക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടും. അവളിങ്ങനെ പറയണ്ടായിരുന്നു നല്ല സുഖമുണ്ട് അമ്മയെ ഉറക്കം വരണമെന്ന് പറയൂ കേട്ടോ. അങ്ങനെയല്ല, നമുക്ക് ആരെങ്കിലും ഒരാൾ തലയിൽ മസാജ് ചെയ്യാണ്ടെങ്കിൽ അത് സുഖമാണല്ലോ. അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കൂ. തലയിൽ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഇതൊക്കെ സ്കൂളിലത്തെ ദിവസമാണ് കേട്ടോ നടക്കുള്ളൂ. സ്കൂളിലെ ദിവസമൊന്നും നടക്കില്ല. തലയിലും അവിടെയൊക്കെ മസാജ് ചെയ്ത് നന്നായി എണ്ണ തേപ്പിച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴുകി കളയുക നല്ല വെള്ളത്തിൽ കേട്ടോ. നമ്മുടെ കിണറ്റിലെ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ല വെള്ളം കേട്ടോ. അതൊന്ന് കഴുകി കളയുക. അപ്പോൾ മുടിക്ക് നല്ലൊരിത് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണ്. മുടിയിൽ ഇങ്ങനെ ഈ പൊട്ടിപ്പോകുന്നതൊക്കെ തടയാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തേക്കാറ്. എണ്ണ തലയിൽ തേക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞു തരാം, ഈ എണ്ണയാണ് തേക്കുന്നത്, ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയാണ് തേക്കുന്നത് എന്നാണ് കേട്ടോ. മെസ്സേജിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തു.